സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കുന്നു. ശ്രദ്ധിക്കൂ. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്തുനാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയധര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ട് ഇരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. ഇവിടെ മക്കെദോന്യ എന്ന ഗ്രാമത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. ഫിലിപ്പി എന്ന പട്ടണത്തിലേക്ക് വരുവാൻ ഇടയായി. അവിടെയുള്ള ആരെയും അറിയില്ല, ആരും അവരെ ക്ഷണിച്ചതല്ല. എന്നാൽ കർത്താവ് അവിടേക്ക് പോകുവാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. യേശുവിന് ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തണമെങ്കിൽ ആദ്യം നീ മാറണം. നീ മാറാതെ നിന്റെ ഭർത്താവ് മാറണമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യം അല്ല. ഇവിടെ ചില സ്ത്രീകളാണ് വന്നത് പുഴവക്കത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അവർക്ക് യേശു ആരാണെന്ന് അറിയില്ല. യേശുവിനെ അറിയാത്ത വ്യക്തികളും പ്രാർത്ഥിക്കുമോ ഇല്ലയോ അറിയാമോ? ചെയ്യും. കാരണം എല്ലാവർക്കും അറിയാം, ഒരു ദൈവം ഉണ്ടെന്നുള്ളതായ സത്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. എന്നാൽ സത്യദൈവം ആരാണെന്ന് അറിയാത്തതുകൊണ്ട് മനുഷ്യൻ തങ്ങൾക്ക് കാണുന്നതായ ദൈവങ്ങളെ എല്ലാം ആശ്രയിച്ച് പോവുകയാണ്. അങ്ങനെ മനുഷ്യരെ ദൈവമായിട്ട് കാണുന്നു, ചിത്രങ്ങളെ ദൈവമായിട്ട് കാണുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. എന്നാൽ സത്യാന്വേഷികളായ ആളുകളോട് ദൈവം തീർച്ചയായും ഇടപെടുവാനിടയാകും. ആ സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് അങ്ങോട്ട് ചെന്നിട്ട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ യേശുവിനെ കുറിച്ചൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? അവൻ ദൈവമാണെന്ന് പറയും, അവൻ സൗഖ്യമാക്കുമെന്ന് പറയും, അവൻ നമുക്ക് വേണ്ടി മരിച്ചെന്ന് പറയും, അവൻ രക്ഷകനാണെന്ന് പറയും, അവൻ വലിയ ദൈവമാണെന്ന് പറയും, അങ്ങനെ പറയും, അങ്ങനെ പറയും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോ പറഞ്ഞത് എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ ലുദിയ എന്ന പേരുള്ള സ്ത്രീ ഒരു വ്യാപാരം ചെയ്തിരുന്നവളാണ്. അവൾ പൗലോസ് പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. പ്രസംഗത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ പ്രസംഗകനെ കുറിച്ച് തന്നെ പറയുകയാണ് എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ പ്രാർത്ഥിച്ചാലേ അസുഖം മാറൂ എന്ന് ഏതെങ്കിലും ദേവദാസൻ പറയുകയാണെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. അവർ ശരിയായ ദേവദാസന്മാർ ആയിരിക്കുമോ അല്ലയോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് വേറെ സംഗതിയാണ്. ആരുടെ നാമത്തിൽ? സൗഖ്യം പ്രാപിച്ചത് ജയ്പാൽ പാസിന്റെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. എന്തുകൊണ്ട് അവന്റെ നാമത്തിന് അത്ര വലിയ ശക്തിയുണ്ട്? അവൻ സ്വർഗത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യന്റെ രൂപത്തിൽ വസിച്ചു, ക്രൂശ് മരണത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ പ്രാണനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട്, നമ്മുടെ പാപത്തിന് അവൻ യാഗമായി തീർന്നതുകൊണ്ട്, നമ്മുടെ പാപത്തിന്റെ രക്ഷയ്ക്കായി തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമായി ഉയർത്തപ്പെടാനിടയായി. എല്ലാ മുഴങ്കാലുകളും അവന്റെ മുൻപിൽ മടങ്ങുമെന്നും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുമെന്നും ദൈവം അരുളി ചെയ്തു. എന്നാൽ ഇന്ന് അനേകരും ഇത് കേട്ടിട്ടും എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഈ ലോകത്തിൻ്റെതായ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ അടച്ചുകളഞ്ഞു. അവരുടെ കണ്ണുകളെ കുരുട്ടാക്കിയതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ളതായ രക്ഷയെ കാണുവാൻ കഴിയുന്നില്ല. അവരുടെ തെറ്റല്ല അത്. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ അന്ധകാരത്തിൽ കിടക്കുന്നതായ ആളുകളെ, അതുപോലെ പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആളുകളെ വിടുവിക്കുവാൻ ഇടയാകും. അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. ഇവിടെ ലുദിയയെ നോക്കുമ്പോൾ ദൈവം ആരാണെന്നറിയില്ല എങ്കിലും പ്രസംഗം കേൾക്കുകയാണ്. ഇവിടെ വചനത്തിൽ പറയുന്നു, ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നത് കൊണ്ട് അവൾ വചനം ശ്രദ്ധിക്കുവാൻ ഇടയായി.
ദൈവം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന മൂടുപടത്തെ, ആ അന്ധകാരത്തെ എന്താണ് ചെയ്തത്? നീക്കിക്കളഞ്ഞു. കണ്ണു തുറക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിലുള്ള മഹത്വത്തെ അവൾ തിരിച്ചറിഞ്ഞ് അവന്റെ വചനത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് ആ ദിവസം തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തന്റെ വീട്ടിൽ ചെന്ന എല്ലാവരോടും ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് തന്റെ കുടുംബക്കാരെ എല്ലാവരെയും സ്നാനപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. വലിയൊരു സാക്ഷ്യമാണ്. എന്നാൽ ഈ കാലത്ത് എന്തുകൊണ്ട് നാം മാറുകയും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ മാറാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മാനസാന്തരം ശരിയല്ലായിരുന്നു. എന്താണ്? നമ്മുടെ മാറ്റം ശരിയായിട്ടില്ല. ഒരു ഭാഗത്ത് മാറിയിട്ടുണ്ട്, മറുഭാഗത്ത് മാറിയിട്ടില്ല. നിങ്ങൾ ദോശ കഴിച്ചിട്ടില്ലേ? ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗം വെന്തിട്ട് എന്താണ് ചെയ്യുന്നത്? അത് തിരിച്ചിടുമല്ലോ. ഒരു വശം വെന്തിട്ട് തിരിച്ചിടാതെ ഒരു വശം മാത്രം വെന്തിട്ട് മറുവശം പച്ചയ്ക്ക് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഒന്നിനും കൊള്ളില്ല. എന്താണ്? അത് കഴിക്കുവാൻ സാധിക്കുകയില്ല. ചർച്ചിൽ വരുമ്പോൾ വലിയ ഭക്തയായിരിക്കും, വീട്ടിൽ ചെന്നാൽ പിന്നെ പച്ചത്തെറിയായിരിക്കും വിളിക്കുന്നത്. നിന്റെ ഭർത്താവ് മാറുമോ ഇല്ലയോ? എങ്ങനെ മാറാൻ കഴിയും? മാറില്ല. എന്താണ്? ദൈവസന്നിധിയിൽ ചെന്നിട്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ കോപത്തോടെ ദേഷ്യത്തോടെ ആയിരിക്കും നോക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ കണ്ട് നിന്റെ ഭർത്താവ് മാറുമോ? എന്തിനാണ് നീയൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുവാൻ ഇടയാകും. കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കാണുന്നതായ തെറ്റുകളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ യേശുവിൽ വിശ്വസിക്കാത്തത്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ നിമിത്തമാണല്ലോ എന്റെ നാമം മറ്റുള്ളവരുടെ നടുവിൽ ദൂഷിക്കപ്പെടുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ വിലയില്ലാത്തതിന്റെ കാരണം ക്രിസ്ത്യാനികളെന്ന പേരവർ ഇട്ടിരിക്കുന്നു. എന്നാൽ മദ്യപാനികളായിരിക്കും, വ്യഭിചാരം ചെയ്യുമായിരിക്കാം, കളവ് കാണിക്കുമായിരിക്കും, കള്ളം പറയുമായിരിക്കും. അങ്ങനെ പലവിധമായ പാപങ്ങളും അവർ ചെയ്യുന്നു. ആദ്യം നമ്മൾ മാറണം, അപ്പോൾ മറ്റുള്ളവരും മാറാനിടയാകും. ഇതൊരു മതമല്ല, ഇതൊരു കുലത്തെക്കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥമായ ഹൃദയത്തിനുണ്ടാകുന്നതായ മാറ്റമാണ് ക്രിസ്തീയ ഭക്തി. ലുദിയായുടെ ഹൃദയം തുറന്നതുകൊണ്ട്, അവളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു വന്നതുകൊണ്ട് അവളുടെ ജീവിതം മാറിപ്പോയി. അങ്ങനെ മാറിയ ജീവിതവുമായി അവൾ ഭവനത്തിൽ ചെന്നപ്പോൾ അവളുടെ വീട്ടുകാരും മാറി. ആ ഭവനം മുഴുവനും ഒരു പ്രാർത്ഥനാ സ്ഥലമായിട്ട് മാറുവാനിടയായി. യേശുക്രിസ്തു ആകുന്നു യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ വീട്ടുകാരെല്ലാം മനസാന്തരപ്പെടുത്തി നീ സാക്ഷ്യം പറയണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയണം. നമ്മുടെ മക്കൾ നരകത്തിലാണെങ്കിൽ അത് സഹിക്കുമോ? നമ്മൾ സ്വർഗത്തിലും നമ്മുടെ മക്കൾ നരകത്തിലുമാണെങ്കിൽ നമ്മൾ സഹിക്കുമോ? എന്താണ്? ആ ഭാരത്തോടുകൂടി നാം പ്രാർത്ഥിക്കണം. ലുദിയായുടെ ജീവിതത്തിൽ അവൾ വീട്ടുകാരെ എല്ലാം രക്ഷിക്കപ്പെടുത്തുവാനിടയായി. തന്റെ വീടൊരു പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റുവാനിടയായി. നിങ്ങളുടെ വീടുകളിൽ എത്ര പേർ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്? കൈ ഉയർത്താമോ? വളരെ സന്തോഷം, കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ. നാം കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ വീടിന് ചുറ്റും കാവലായി തീരും. ദൈവദൂതന്മാർ കാവൽ ചെയ്യുമ്പോൾ നിനക്ക് രോഗമുണ്ടാകില്ല, നിന്റെ ജീവിതത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, നിനക്ക് ആകുലതകൾ ഉണ്ടാകില്ല, അനാവശ്യമായ ദുഃഖം ഉണ്ടാകില്ല, അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാകില്ല. എന്നാൽ പ്രാർത്ഥിക്കാത്തതായ സമയത്ത് പിശാചും അവന്റെ കൂട്ടാളികളും ദുഷ്ടാത്മശക്തികളും നിന്റെ ഭവനത്തിന് ചുറ്റും കറങ്ങുന്നതുകൊണ്ട് നിന്നെയും നിന്റെ വീട്ടുകാരെയും അത് ബാധിക്കുവാനിടയാകും. ഈ ദിവസം മുതൽ ലുദിയ അവളുടെ ഹൃദയം തുറന്നു, അവൾ പ്രാർത്ഥിച്ചു, വീട്ടുകാരെല്ലാം രക്ഷയിലേക്ക് കൊണ്ടുവന്നു, അവളുടെ വീടിനെ പ്രാർത്ഥനാ സ്ഥലമായിട്ട് മാറ്റുകയും ചെയ്തു. ഈ ദിവസം മുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നോക്കുക. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തു തന്നെ ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകാമെന്നവൻ പറഞ്ഞു. പ്രാർത്ഥനയിൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. ചിലരാണെങ്കിൽ എന്തൊക്കെയോ ചിലത് പ്രാർത്ഥിച്ചിട്ട് അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പോരാടണം. പോരാടുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വെറുതെ ഇരിക്കരുത്, പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. നിന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്താണെങ്കിലും, കുടുംബത്തിൽ കലഹമുണ്ടായെങ്കിൽ, അതുപോലെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും ഒന്നാകില്ല. അമ്മായിമ്മയും മരുമകളും ഒരുമിച്ചാൽ വീട് സ്വർഗമാകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭർത്താവ് അപ്പോൾ എന്താണ്? രാജാവായി മാറുമെന്നാണ്. എന്താണ്? രാജകൊട്ടാരം പോലെയായിരിക്കും. എന്താണ്?
അതുകൊണ്ടാണ് എല്ലാ ഭവനങ്ങളിലും പിശാച് ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നത കൊണ്ടുവരുന്നത്. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണില്ല, എന്നാൽ ഹൃദയത്തിൽ മാത്രം എന്തെങ്കിലുമൊക്കെ കുശുകുശുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെയാണെങ്കിൽ വലിയ ക്രൂരതയൊക്കെ കാണിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോഴങ്ങനെയില്ല. ഇപ്പോഴത്തെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിലുള്ളത് വെളിയിൽ പറയുകയില്ല. പണ്ടൊക്കെ എന്തെങ്കിലും സങ്കടം വരികയാണെങ്കിൽ നിലവിളിച്ച് കരയുമായിരുന്നു. ഇപ്പോൾ കരയില്ല. നിലവിളിച്ചിട്ട് എത്ര കാലമായി? ഞാൻ ഒരു നാട്ടിൽ സേവ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസം കരഞ്ഞവർ. എൻ്റെ ചേട്ടോ, ഇതെന്താണ്, അയാൾ മരിച്ചിട്ട് കുറേ നാളായിട്ടില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അങ്ങനെ കരഞ്ഞില്ലെങ്കിൽ അവർക്ക് സ്നേഹമില്ലെന്ന് വിചാരിക്കും, അതുകൊണ്ട് കരച്ചിൽ വന്നെങ്കിലും കരയും. എന്നാൽ ഈ കാലത്ത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞാലും എന്ന് പറയല്ലാതെ വായു തുറക്കത്തില്ല, നിലവിളിക്കില്ല, കണ്ണുനീരൊഴുക്കില്ല, മനസ്സിലാണ് കരയുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് പെട്ടെന്നുണ്ടാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൽ തന്നെ വെക്കുന്നത് കൊണ്ട് തന്മൂലമായിട്ട് BP കൂടുവാനിടയാകും, ഷുഗർ കൂടുവാനിടയാകും. സങ്കടം മനസ്സിൽ തന്നെ വെക്കുന്നത് കൊണ്ട് അവസാനം ഡിപ്രഷനിലേക്ക് കടന്നു പോകും. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള വിഷാദമാണ്, വലിയൊരു ദുഃഖമാണ്. വളരെ വിഷാദത്തോടുകൂടി, ദുഃഖത്തോടുകൂടി സമയത്തിന് ആഹാരം കഴിക്കത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, എപ്പോഴും മാറിയിരിക്കും. എങ്ങനെയുള്ളത്? ആ സങ്കടം അവർക്ക് സഹിക്കാൻ കഴിയത്തില്ല. അത് കണ്ട് പിശാച് അവരെ പിടിക്കുവാനിടയാകും. എപ്പോഴാണെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ അത് ക്രമപ്പെടുത്തുക. ആരോടെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ ക്ഷമ യാചിക്കുക. നീ യാഗം കഴിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയി ക്ഷമയാചിക്കുക എന്നവൻ പറഞ്ഞു. എല്ലാ സഹോദരിമാരും അവരുടെ ഭവനത്തിന്, നിങ്ങൾ ഭവനത്തിന് ദീപമാണ്. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് നമുക്കറിയാം. വീടിന്റെ വിളക്കാകുന്നു അവിടുത്തെ സ്ത്രീ. സദൃശവാക്യങ്ങൾ 31 അധ്യായം വീണ്ടും വായിക്കുക. എങ്ങനെയാണ് ഒരു ഭവനത്തിൽ സ്ത്രീ ഭർത്താവിന്റെ കിരീടമായിരിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ആൺമക്കളും പെൺമക്കളും അവളെ പുകഴ്ത്തുന്നത്? എങ്ങനെ ആ കുടുംബം ഐശ്വര്യമായി തീരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവം നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടതായ സഹോദരി, രക്ഷിക്കപ്പെട്ടതായ സഹോദരൻ, അല്ലെങ്കിൽ മാതാവോ പിതാവോ ആകട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീടിന് ഒരു വിളക്കായി തീരണം. അതുപോലെ രക്ഷിക്കപ്പെടാത്ത നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. മാനസാന്തരപ്പെടാത്തവരെ വഴക്കു പറയരുത്. മാനസാന്തരപ്പെടാത്തവരെ വെറുക്കുവാൻ പാടില്ല. മാനസാന്തരപ്പെടാത്തവരെ കുറിച്ച് അവർ മാറില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ അവിശ്വാസം ഉണ്ടാകുവാനും പാടില്ല. നിങ്ങൾ ഓർക്കുക, ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയൊരിക്കലും ജനിക്കുകയുമില്ല. യേശുക്രിസ്തുവിനെ ക്ഷമിക്കുവാൻ കഴിയാത്ത വലിയ പാപം, അവന്റെ രക്തത്താൽ കഴുകപ്പെടാൻ കഴിയാത്തതായ ഒരു പാപം ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. എത്ര വലിയ പാപമാണെങ്കിലും അവൻ ക്ഷമിക്കും. ഏത് പാപിയോടും അവൻ ക്ഷമിക്കും. അതുകൊണ്ട് എല്ലാവരും നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് വരെയും എല്ലാ ആൺമക്കളും എല്ലാ പെൺമക്കളും, നമ്മുടെ സഹോദരനും നമ്മുടെ സഹോദരിയും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ ചർച്ചക്കാരും എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് നാം ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് നമ്മുടെ 2 കരങ്ങളും ഉയർത്തി നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. അവർ കരങ്ങൾ ഉയർത്തി തങ്ങളുടെ ഹൃദയം തുറന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമേ. നിന്റെ ചെവി തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ. ഏതൊക്കെ കുടുംബത്തിലാണോ പിശാചിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. മദ്യപാനികളായിരിക്കുന്ന വ്യക്തികളെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണപ്പാ. അവർ യോഗ്യന്മാരായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവ് അവരെ ദർശിക്കുവാൻ വേണ്ടി നീ സഹായിക്കണമേ. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന യൗവന മക്കളെ നീ ശ്രദ്ധിക്കണമേ. ലോകത്തിൽ ആശ്രയിച്ച് നശിച്ചു പോകുന്ന ആളുകളെ നീ ഇന്ന് ദർശിക്കുമാറാകണമേ. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നതായ ആളുകളെ, കുടുംബപരമായ വിഷയങ്ങളിൽപ്പെട്ട് ഭാരപ്പെടുന്നതായ ആളുകളെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ക്യാൻസർ പേഷ്യന്റുകളെ, എയ്ഡ്സ് പേഷ്യന്റുകളെ, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്ന് പറയുന്ന ആളുകളെ, ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന് പറയുന്ന ആളുകൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ പരിപൂർണ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. മക്കളില്ലാത്തതായ ആളുകൾക്ക് നീ മക്കളെ കൊടുക്കുമാറാകണമേ. കുഞ്ഞുമായിട്ട് വന്നിട്ട് സഭയിൽ സാക്ഷ്യം പറയുവാൻ നിന്റെ അത്ഭുത കാര്യങ്ങളെ നീ ചെയ്യുമാറാകണമേ. തൈറോയ്ഡ് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകളെ, BP കൊണ്ടും ഷുഗർ കൊണ്ടും ഭാരപ്പെടുന്ന ആളുകളെ, പലതരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നതായ ആളുകളെ, ശരീരത്തിന്റെ അവയവങ്ങളിൽ പലവിധമായ
കുറവുകളുള്ളതായ ആളുകളെ നിന്റെ അടിപ്പിണരുകളിലുള്ളതായ സൗഖ്യം എല്ലാവർക്കും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യഹോവ ഞാനാണെന്ന് പറഞ്ഞതായ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശിരസ് മുതൽ ഞങ്ങളുടെ പാദം വരെയും നിന്റെ രക്തം ഒഴുക്കിക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. ദുശീലങ്ങൾക്ക് അടിമയായ ആളുകളെ, പുകവലിക്ക് അടിമയായിരിക്കുന്നതായ ആളുകളെ, മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നതായ ആളുകളെ, മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്ന ആളുകളെ, ചീത്ത പറയുന്ന ദുശീലമുള്ള ആളുകളെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. നിന്റെ ആത്മീയ ബലം ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് പിശാചിനെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ